ഇപ്പോൾ സമയം 11:15. ഇപ്പോൾ കാലത്ത് പിള്ളേർക്ക് ലെമൺ റൈസൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇനി ഉച്ചക്കലത്തേക്ക് വേണ്ടേ. അപ്പോൾ എനിക്ക് ഇന്നലെ നല്ല അടിപൊളി മുള്ളൻ കിട്ടി. ഇതുകൊണ്ട് മുള്ളൻ പൊള്ളിച്ചത്, മുളകിട്ട ചാറ്, എന്ത് വേണമെങ്കിലും പറയാം. നമുക്ക് ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല കിടുക്കാച്ചി കറി ഉണ്ടാക്കാം. പക്ഷേ ചെറിയുള്ളി കഴിഞ്ഞിരിക്കാം. സവാള വെച്ച് ശരിയാവില്ല. അപ്പോൾ നമുക്ക് കടയിൽ പോയി കുറച്ച് ചെറിയുള്ളിയൊക്കെ വാങ്ങിച്ചിട്ട് കറി ഉണ്ടാക്കാം. ശേഷം ഷൂട്ടിങ്ങിലേക്ക് പോവാം. ബൈ. അപ്പോൾ കടയിൽ നിന്ന് ചെറിയുള്ളി കൊണ്ടുവന്നു. ഇനിയിപ്പോൾ അത് നന്നാക്കി എടുക്കണം. അതിൻ്റെ കൂടെ മുള്ളനും നന്നാക്കി എടുക്കണം. അപ്പോൾ രണ്ടും ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പം നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ചട്ടി ചൂടാക്കി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ മുള്ളൻ വന്നിട്ട് എനിക്ക് ഈ മുളക് ചാറ് തേങ്ങ അരച്ച് വെക്കുന്നേക്കാളും ഇഷ്ടം മുളക് ചാറാണ്. ആർക്കാണ് അതിഷ്ടം എന്നുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ച ചെറിയുള്ളി, എരിവിന് പച്ചമുളക്, ചെറിയുള്ളി കുഞ്ഞിതായിട്ട് അരിയണേക്കാളും നമ്മൾ ചതച്ച് കറികളിൽ ഇട്ടാൽ, ഇറച്ചിയിലോ മീനിലോ എന്തിലിട്ടാലും ശരിക്കും അതിനൊരു വ്യത്യാസം വരും രുചിക്ക്. നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വ്യത്യാസം. പിന്നെ ചെറിയുള്ളി നന്നായിട്ട് വഴണ്ട് വരുമ്പം ചതച്ച് വെച്ച ഇഞ്ചി, ആ ഇഞ്ചിയുടെ പച്ചമണം പോകുന്നവർക്ക് നമുക്ക് വഴറ്റാം. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ എരിവിന് മുളകിൻ്റെ തരി, അത് ശരിക്കും നല്ല ഒരു സ്പൈസി ടേസ്റ്റ് ഫ്ലേവർ കൊണ്ടുവരും. പച്ചമണം പോകുന്നവർക്ക് നമുക്ക് നന്നായിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. പിന്നെ സാധാരണ മുളക് കറിയിൽ ഈ തക്കാളി അരിഞ്ഞിട്ടാണ് ചേർക്കുക. ഞാനിത് അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. 2 കുഞ്ഞി തക്കാളി ഇങ്ങനെ ഒന്ന് പേസ്റ്റ് ആക്കി ഉണ്ടാക്കി നോക്കി, അതും പ്രത്യേക ഒരു ടേസ്റ്റാണ്. മുള്ളന് ഞാൻ നടുക്ക് ഒരു വര കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുളകിൻ്റെ മസാല ഒക്കെ മീൻ്റെ അകത്ത് പോവും. അധികം വേവില്ല കേട്ടോ, 5-10 മിനിറ്റിൻ്റെ സമയം വേണ്ടു. തിളച്ച് വരുമ്പോൾ അടിപൊളിയായിട്ടുള്ള മുള്ളൻ കറി തയ്യാറാണ്. എനിക്കിപ്പോഴേ വായിന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ മുള്ളൻ ഇങ്ങനെ കഴിക്കുന്നത് ആർക്കൊക്കെ ഇഷ്ടമാണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ട്രൈ ചെയ്ത് റെസിപ്പീസ് ഇഷ്ടമായോ എന്നും ഇൻഫോം ചെയ്യണം. പിന്നെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് വരും. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. See you tomorrow with an interesting vlog. Love you all. Bye.